So welcome back to our channel. So നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള മോഡ്യൂൾ 1 നെക്സ്റ്റ് ലൈൻ ഡ്രോയിങ് അൽഗോരിതമാണ് ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. ഓക്കെ, ഇതിൽ അൽഗോരിതമാണ് ഈ ഒരു 6 സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം അൽഗോരിതം നോക്കാം. ആ അൽഗോരിതം വെച്ച് ഞാൻ എന്തൊക്കെ ഫോർമുലയാണ് ഇതിൽ യൂസ് ചെയ്യണമെന്ന് പറയാം. എന്നിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ദ 2 എൻഡ് പോയിൻറ്റ്സ് ആൻഡ് സ്റ്റോർ ദ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ് ഇൻ x0 y0. രണ്ട് 2 എൻഡ് പോയിൻറ്റ്സ് ആദ്യം ഇൻപുട്ടായിട്ട് എടുക്കുന്നു. അതിൽ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ് x0 y0 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്യുന്നു. ലോഡ് x0 y0 ഇൻ ടു ദ ഫ്രെയിം ബഫർ. x0 y0 ഫ്രെയിം ബഫറിലൂടെ നമ്മൾ പറഞ്ഞു. ഫ്രെയിം ബഫർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു അല്ലേ? പിക്ചർ എലമെൻ്റ് അല്ലേ, ഈ പിക്ചർ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഫ്രെയിം ബഫറിലാണ്. അവിടെ എന്ത് ലോഡ് ചെയ്യുന്നു? x0 y0 ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്ലോട്ട് ദ ഫസ്റ്റ് പോയിൻറ്റ്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ കോൺസ്റ്റൻസ്. നമ്മളിവിടെ കുറേ കോൺസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ അൽഗോരിതത്തിൽ പഠിച്ച പോലെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. dx, dy, 2dy മൈനസ് dx ആൻഡ് ഗെറ്റ് ദ ഫസ്റ്റ് വാല്യൂ ഫോർ ദ ഡിസിഷൻ പാരാമീറ്റർ. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. P0 ഈസ് ഈക്വൽ ടു 2dy മൈനസ് dx. ഇത് പഠിക്കണം. ഓക്കെ, ഡിസിഷൻ പാരാമീറ്ററിൻ്റെ ഫോർമുലയാണ് കൊടുത്തിട്ടുള്ളത്. 2dy P0 ഈക്വൽ ടു 2dy മൈനസ് dx. സോ ഇതാണ് നമ്മൾ അവിടുത്തെ ഡിസിഷൻ പാരാമീറ്റർ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. dx, dy, 2dy മൈനസ് 2dx. ഇത്രയും കോൺസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് P0യുടെ ഫസ്റ്റ് വാല്യൂ, ഡിസിഷൻ പാരാമീറ്ററിൻ്റെ ഫസ്റ്റ് വാല്യൂ എടുക്കുക. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് നോക്കിക്കേ. അറ്റ് ഈച്ച് xk അലോങ് ദ ലൈൻ സ്റ്റാർട്ടിങ് അറ്റ് k ഈസ് ഈക്വൽ ടു 0 പെർഫോം ദ ഫോളോയിങ് ടെസ്റ്റ്. ഓരോ ലൈനിലും ഓരോ xk ഇപ്പോൾ സ്റ്റാർട്ടിങ് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ pk ഈ രണ്ട് കണ്ടീഷൻസാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് കണ്ടീഷനാണ് ഇപ്പോൾ pk ലെസ് ദാൻ 0. നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഡിസിഷൻ പാരാമീറ്റർ ലെസ് ദാൻ 0 ആണെങ്കിൽ ദ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് xk+1, yk ആയിരിക്കും. അതായത് അവിടെ എക്സ് മാത്രമേ ഇവിടെ എന്താവുള്ളൂ, ഇൻക്രിമെൻ്റ് ആവുള്ളൂ. y കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും ലെസ് ദാൻ 0 ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആൻഡ് pk+1 എന്ന് പറയുന്നത് pk+2dy ഈ ഫോമിൽ പഠിച്ചു വയ്ക്കുക ലെസ് ദാൻ 0യുടെ കേസിൽ. നെക്സ്റ്റ് ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 0, അതർവൈസ് നെക്സ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് xk+1 yk+, അതായത് രണ്ടും എക്സും കോർഡിനേറ്റും y കോർഡിനേറ്റും എന്ത് ചെയ്യും? ഒരേ ടൈമിൽ ഇൻക്രിമെൻ്റ് ആവും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. അതുപോലെ തന്നെ pk+1 പിക്സൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ pk+2dy മൈനസ് 2dx എന്നാവും. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സ്റ്റെപ്പ് 4 dx ടൈംസ് വരെ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇതാണ് ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലം നോക്കാം. നോക്കിക്കോ, ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൽ മെയിൻ കണ്ടീഷനാണ്, 2 കണ്ടീഷൻസാണ് വരുന്നത്. ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല P0 ഈക്വൽ ടു 2dy മൈനസ് dx ആണ്. കണ്ടീഷൻ 1 നോക്കിക്കോ. ഇപ്പോൾ ഡിസിഷൻ പാരാമീറ്ററിൽ pk ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പിക്സൽ പോയിൻ്റ് എന്ന് പറയുന്നത് xk+1 yk ആയിരിക്കും. pk+1 എന്ന് പറയുന്നത് pk+2dy ആയിരിക്കും. ഓക്കെ, കണ്ടീഷൻ 1 എന്ന് പറഞ്ഞാൽ ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ പിക്സൽ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ pk+1 ഈക്വൽ ടു pk+2dy എന്നും, അതുപോലെ xk+1 എക്സ് ഇൻക്രിമെൻ്റ് ആവുകയും y കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഫസ്റ്റ് കണ്ടീഷനിൽ. സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിൽ pk ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് നമ്മൾ ഡിസിഷൻ പാരാമീറ്റർ ഗ്രേറ്റർ ദാൻ 0 കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ അവിടുത്തെ നെക്സ്റ്റ് പിക്സൽ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ pk+1 എന്ന് പറഞ്ഞാൽ pk+2dy മൈനസ് 2dx. ഈ ഫോമിലേക്ക് പഠിക്കുക. 2 കണ്ടീഷനിലും pk+1 പിക്സൽ കോർഡിനേറ്റിൻ്റെ ഫോമുല പഠിക്കുക. pk+2dy മൈനസ് 2dx ആണ്. ഇവിടെ എന്ന് പറയുന്നത് അത് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന ടൈമിൽ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും ഇൻക്രിമെൻ്റ് ആവും. xk+1 yk+1 ഒരേ ടൈമിൽ എന്താവും? ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, ഇതാണ് 2 മെയിനായിട്ടുള്ള കണ്ടീഷൻസ് ബ്രസൻഹാംസിലുള്ളത്. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ ദ സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം വിത്ത് എൻഡ് പോയിൻറ്റ്സ് 20, 10, 30, 18. ബ്രസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം യൂസ് ചെയ്ത് 2 എൻഡ് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് 20, 10, 30, 18. ഇത് വെച്ച് എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് എഴുതാം. എന്തൊക്കെ ഡേറ്റ തന്നിട്ടുള്ളത്? നമുക്ക് x1 തന്നിട്ടുണ്ടല്ലേ. x1 ഈക്വൽ ടു 20, y1 ഈക്വൽ ടു 10, x2 എന്താണ്? 30, y2 equal to
18. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. എം കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്തുവാണ്? dy/dx അല്ലേ? dy/dx ആണ്. dy/dx കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടുത്തെ dy എന്ന് പറയുമ്പോൾ y2 മൈനസ് y1. 18 മൈനസ് 10 എത്രയാണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 മൈനസ് y1 18 മൈനസ് 10 ബൈ 30 മൈനസ് 20. 8/10 എന്ന് കിട്ടും. അതായത് 0.8. ഓക്കെ, ഇവിടെ എം എന്ന് പറഞ്ഞ സ്ലോപ്പ് 0.8 ലെസ് ദാൻ 0 അല്ലേ? ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ പാരാമീറ്റർ P0 എന്ന് പറയുന്നത്, P0 എങ്ങനെ കണ്ടുപിടിക്കും? P0 ഈക്വൽ ടു 2dy മൈനസ് dx എന്നാണ് നമ്മുടെ ഫോമുല അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 2dy നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 8 ആണ് dy. കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയിട്ടാം. dy എന്ന് പറയുന്നത് dy ഈക്വൽ ടു 8ഉം dx എന്ന് പറയുന്നത് 10ഉം ആണ്. ഓക്കെ, അപ്പോൾ 2dy മൈനസ് dx. അപ്പോൾ 2 × 8 മൈനസ് dx എന്ന് പറയുന്നത് 10. P0 കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും? 16 മൈനസ് 10 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ P0 വാല്യൂ എന്താണ്? 6 ആണല്ലേ? ഇവിടെ P0 എന്ന് പറഞ്ഞാൽ pk ആണ്. 0 ഇവിടെ k ആണ്. അപ്പോൾ ഇവിടെ ഹിയർ k ഈക്വൽ ടു 0 ആണല്ലേ? k ഈക്വൽ ടു 0 അല്ല, സോറി, k ഈക്വൽ ടു 6 ആണ്. അതെന്താണ്? k ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടുത്തെ pk എന്താണ്? അല്ലെങ്കിൽ P0 എന്താണ്? ഗ്രേറ്റർ ആണല്ലേ? pk ഗ്രേറ്റർ ദാൻ 0 ആണ്. 0 കൂടി ഗ്രേറ്റർ അല്ലേ 6? ഡിസിഷൻ പാരാമീറ്റർ ചെയ്തപ്പോൾ നമുക്ക് 6 ആണ് കിട്ടിയത്. ആ 6 എന്ന് പറഞ്ഞാൽ 0 കാട്ടി എന്താണ്? ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പിക്സൽ കോർഡിനേറ്റ് എങ്ങനെ വരും? ദെൻ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? ദെൻ കോർഡിനേറ്റ്സ് ഈസ് ഏതൊക്കെയാണ്? xk പ്ലസ് 1 ഇൻക്രിമെൻ്റ് ആവും, yk പ്ലസ് 1. ഇതാണ് രണ്ട് കോർഡിനേറ്റ്സ് വരുന്നത്. അവിടുത്തെ പിക്സൽ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല pk പ്ലസ് 1 എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ pk പ്ലസ് 2dy മൈനസ് 2dx. ഓക്കെ, ഇതാണ് ഫോമുല. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതേപോലെ P0 കണ്ടുപിടിക്കുക. P0 അതായത് ഡിസിഷൻ പാരാമീറ്റർ യൂസ് ചെയ്ത് എൻ്റെ P0 ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് നോക്കിയിട്ട് ആ കണ്ടീഷൻ ഉപയോഗിച്ച് ചെയ്യുക. എളുപ്പമാണ്. ഓക്കെ, നമുക്കിനി ഓരോ കോർഡിനേറ്റ് നെക്സ്റ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ ടേബിൾ നോക്കിയോ, നമുക്ക് P0 ഈക്വൽ ടു 6 ആണെന്നറിയാം. ഇനിഷ്യൽ പ്ലോട്ടിംഗ് പോയിൻറ്റ് 20,10 ആണ്. ഫസ്റ്റ് ടേബിളിൽ കോളത്തിൽ k pk, ഇവിടെ kയുടെ വാല്യൂ, k ഓരോന്ന് ഇൻക്രിമെൻ്റ് ആയിട്ടുള്ള 0 1 2 3, അത് k. pk അറിയാലോ, ഡിസിഷൻ പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കോർഡിനേറ്റ് xk പ്ലസ് 1 yk പ്ലസ് 1 കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് k നമ്മൾ 0 ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ? k 0 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? P0 6 എന്ന് കിട്ടിയല്ലേ? അപ്പോൾ 6 ആണ് k ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മുടെ pkയുടെ അവിടെ എന്തെന്ന് എഴുതും? 6 എന്ന് എഴുതും. ഓക്കെ, ഇനി xk പ്ലസ് 1 നമ്മളിവിടെ സ്റ്റാർട്ടിങ് ഇനിഷ്യൽ ചെയ്തപ്പോൾ 20,10. അത് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ എങ്ങനെ വരും? 20 21 ആവും, 10 എന്താവും? 11 ആവും. 1 വെച്ച് ഇൻക്രിമെൻ്റ് 21,11 എന്നാവും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് kയുടെ വാല്യൂ 1 കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിസിഷൻ പാരാമീറ്റർ ഫോമുല എന്തുമായിരുന്നു? ഡിസിഷൻ പാരാമീറ്റർ ഫോമുല എന്തുവാണ്? P0 ഈക്വൽ ടു 2dy മൈനസ് dx അല്ലേ? അത് നമ്മൾ ആദ്യം ഏത് വാല്യൂ ഇട്ട് കൊടുത്തു? 6. നമ്മളിത് ചെയ്തപ്പോൾ നമുക്കിവിടെ എത്ര വാല്യൂ കിട്ടിയത്? 16 മൈനസ് 10 ചെയ്തപ്പോൾ 6 എന്നാണ് കിട്ടിയത്. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് 6 ആക്കിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി എന്താ? അടുത്ത k വന്നപ്പോൾ k 1 ആയപ്പോൾ pkയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് ഗ്രേറ്റർ ദാൻ ആയിട്ട് നമ്മൾ സെക്കൻഡ് കണ്ടീഷനാണ് ഫസ്റ്റ് കണ്ടീഷനാണ് എടുത്തത്? സെക്കൻഡ് കണ്ടീഷനാണല്ലേ, ഗ്രേറ്റർ ദാൻ 0. pk ഗ്രേറ്റർ ദാൻ 0 ആയപ്പോൾ pk പ്ലസ് 1 കണ്ടുപിടിക്കുള്ള ഫോമുല എന്തായിരുന്നു? pk പ്ലസ് 2dy മൈനസ് 2dx എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ pk എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ 6, 2dy നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് കോൺസ്റ്റൻസ് 2dy എന്ന് പറയുമ്പോൾ 2 × 2dy എത്ര ഞാൻ ഇവിടെ എഴുതി വെച്ചത്? 2d എന്ന് നേരത്തെ കണ്ടുപിടിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് എളുപ്പവും കാൽക്കുലേറ്റ്. 2dy എന്ന് പറയുമ്പോൾ 16 ആണ്. dx എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ 2dx ആണ്. അപ്പോൾ 2dx ആകുമ്പോൾ എന്തായിരിക്കും? 20. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 6 പ്ലസ് എങ്ങനെ വരും? 6 പ്ലസ് 16 മൈനസ് 20. ഇവിടുത്തെ വാല്യൂ 6 മൈനസ് 4. ആൻസർ എത്ര കിട്ടും? 2 കിട്ടും. 2 എന്ന് പറയുന്നത്
ഗ്രേറ്റർ ദാൻ 0 അല്ലേ അല്ലേ 2 ഗ്രേറ്റർ ദാൻ 0 ഓരോ ടൈമും pk+1 കണ്ടുപിടിക്കാൻ വരും നമ്മൾ എന്ത് ചെയ്യണം ഓരോന്നും ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് ഫോർമുല വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 2 ഗ്രേറ്റർ ദാൻ 0 ആണ് അപ്പോൾ pkയുടെ അവിടെ നമുക്ക് 2 എന്ന് എഴുതാം നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എന്ത് ചെയ്യും ഇൻക്രിമെൻറ്റ് ചെയ്യും 22 ആവും 11 12 ആവും നെക്സ്റ്റ് കോർഡിനേറ്റ് കിട്ടി നെക്സ്റ്റ് അടുത്ത് kക്ക് നമ്മൾ 2 കൊടുക്കുന്നു അപ്പോൾ pkയുടെ വാല്യൂ എന്തായിരിക്കും കണ്ടുപിടിക്കുക pk+1 ഫോർമുല ഇട്ട് ചെയ്യുമ്പോൾ pk നേരത്തെ pkയുടെ വാല്യൂ എടുക്കുക 2 ആണ് +2 dy ചെയ്യുമ്പോൾ അത് -4 കിട്ടും ഇല്ല നേരത്തെ ചെയ്ത പോലെ -4 കിട്ടും അപ്പോൾ 2 + -4 ആകുമ്പോൾ -2 കിട്ടും അതെന്താണ് ലെസ് ദാൻ 0 ആണല്ലേ -2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആണ് അപ്പോൾ ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താ ഇവിടുത്തെ കണ്ടീഷൻ ലെസ് ദാൻ 0 വരുമ്പോൾ നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലേ ലെസ് ദാൻ 0 ആണെങ്കിൽ xk+1 മാത്രമേ എന്താവുള്ളൂ ഇൻക്രിമെൻ്റ് ഉള്ളൂ yk എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ pk+1 -2 അത് pk എന്ന് പറഞ്ഞ കോളത്തിൽ -2 ഫില്ല് ചെയ്യുക xk+1 yk+1 ആര് മാത്രമേ ഇൻക്രിമെൻ്റ് ആവുള്ളൂ xk അപ്പോൾ ഇവിടെ 22 മാറി 23 ആവും 12 അതേപോലെ എഴുതുക കാരണം ഇവിടെ എന്താണ് ലെസ് ദാൻ 0 ആണ് മനസ്സിലായി എന്തുകൊണ്ടത് ചേഞ്ച് ആയില്ല എന്ന് ഇനി നെക്സ്റ്റ് kയുടെ വാല്യൂ 3 ആവും അപ്പോൾ pkയുടെ വാല്യൂ എന്താവും pk+1 എന്ന് പറയുമ്പോൾ 3 + -4 അപ്പോൾ എന്താവും സോറി അപ്പോൾ വേറൊരു കാര്യമുണ്ട് ശ്രദ്ധിക്കാൻ ഇവിടെ നമ്മളിപ്പം ഡയറക്റ്റ് പടത്ത് നെക്സ്റ്റ് 3 എടുത്ത സമയത്ത് നമ്മളിവിടെ pkയുടെ വാല്യൂ -2 ആണല്ലേ pkയുടെ വാല്യൂ -2 ആണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യണം എന്താണ് അതായത് ഇവിടെ ഓൾറെഡി നമ്മൾ ഇവിടെ വാല്യൂ എന്തായി ലെസ് ദാൻ വന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ടാണ് നമ്മൾ ഏത് ഫോമിൽ വെച്ച് ചെയ്തത് ഈ ഫോമിൽ വെച്ച് ചെയ്തത് ഇനി ഇവിടെ എന്തായിട്ട് വന്നു ലെസ് ദാൻ 0 വന്നു അങ്ങനെ ലെസ് ദാൻ 0 ആണെങ്കിൽ ഫോമുല മാറും pk+1ൻ്റെ ഫോമുല മാറി എന്താവും pk+1 = pk+2 dy ഫസ്റ്റ് കണ്ടീഷനിലെ ഫോമുല യൂസ് ചെയ്യണം ലെസ് ദാൻ 0 വന്നാൽ ഓക്കെ അപ്പോൾ pk+1 അപ്പോൾ ഇവിടുത്തെ നെക്സ്റ്റ് എനിക്കിവിടെ വാല്യൂ എഴുതണമെങ്കിൽ ഈ ഫോമുല ഇട്ട് ചെയ്താൽ എനിക്കിവിടെ എഴുതാൻ പറ്റും ഓക്കെ pk+1 = pk+2 dy അപ്പോൾ ഇവിടുത്തെ pk എന്താണ് മുമ്പിലുള്ള -2 + 2 dy എന്താണ് 16 ഒക്കെ ചെയ്യുമ്പോൾ എത്ര കിട്ടും 14 കിട്ടും അതെന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ് അപ്പോൾ xk+1 yk+1 ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ എന്ത് 14 എന്ന് എഴുതുക 23 എന്താവും 24 ആവും 13 ഫൈൻ ഓക്കെ അല്ലേ ഓരോന്ന് pkയുടെ നെഗറ്റീവ് വന്നു ലെസ് വന്നുകൊണ്ട് നമ്മൾ ഫോമുല മാറി ചെയ്താൽ അടുത്ത pkയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ ഓക്കെ അല്ലെങ്കിൽ തെറ്റിപ്പോവും നെക്സ്റ്റിന് kയുടെ വാല്യൂ 4 കൊടുക്കുകയാണ് kയുടെ വാല്യൂ 4 കൊടുക്കുമ്പോൾ pk എത്രയായിരിക്കും ഇവിടെ ഗ്രേറ്റർ ആണോ ലെസ് ആണോ pk ഗ്രേറ്റർ ആണ് അപ്പം നമുക്ക് ഈ ഫോമുല യൂസ് ചെയ്ത് pkയുടെ നെക്സ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാം അപ്പോൾ അടുത്തെങ്ങനെ വരും pk+1 എന്ന് പറയുന്നത് 14 + -4 അപ്പോൾ എത്രയാവും 10 എന്ന് കിട്ടും pkയുടെ അവിടെ 10 കൊടുക്കുക സ്വാഭാവികമായിട്ട് ഇതെന്താണ് ഗ്രേറ്റർ ആണ് അപ്പോൾ 2xk+1 എന്താവും ഇൻക്രിമെൻ്റ് ആവും രണ്ടും ഇൻക്രിമെൻ്റ് ആവും 25ഉം 14ഉം ഓക്കെ അല്ലേ നെക്സ്റ്റ് kയുടെ വാല്യൂ 5 കൊടുക്കുന്നു pk നോക്കുക ഗ്രേറ്റർ ആണോ ഗ്രേറ്റർ ആണ് അപ്പോൾ നമുക്ക് ഏത് pk ഈ ഫോമുല യൂസ് ചെയ്യാം ഈ ഫോമുല യൂസ് ചെയ്യുമ്പോൾ pk+1 എന്താവും 10 -4 6 എന്ന് കിട്ടും 6 എന്ന് പറയുന്നത് എന്താണ് ഓഫ് കോഴ്സ് ഗ്രേറ്റർ ആയതുകൊണ്ട് xkയും yk നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും 26ഉം 15ഉം ഓക്കെ അല്ലേ നമുക്കിവിടെ ഈ ഒരു എക്സിൻ്റെ ഈ കോർഡിനേറ്റ് ഉണ്ടല്ലോ അത് എത്ര വരണം 18 വരണം അതായത് നമ്മൾ സ്റ്റാർട്ടിങ് 20,10ഉം എൻഡിങ് പോയിൻ്റ് 30,18ഉം ആണ് ഈ 30,18 ഇവിടെ എത്തണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 20,10 അതിൽ 30,18 എത്തണ വരെ ഈ ഓരോ കോർഡിനേറ്റും ഇൻക്രിമെൻ്റായി ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത് 5 ആയി നെക്സ്റ്റ് 6 എന്നൊക്കെ kക്ക് 6 കൊടുക്കുകയാണ് അപ്പോൾ pk എത്രയാവും pk+1 കണ്ടുപിടിക്കുമ്പോൾ pk+1 കണ്ടുപിടിക്കും 6 - 4 എത്രയാവും 2 കിട്ടും അല്ലേ 2 ആണ് pkയുടെ വാല്യൂ 2 ആയി 2 എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ് അപ്പോൾ xk രണ്ടും ഇൻക്രിമെൻ്റ് ആവും 27ഉം 16ഉം ഓക്കെ നെക്സ്റ്റ് 7 കൊടുക്കുന്നു pkയുടെ വാല്യൂ 2 ആണ് അല്ലേ അപ്പോൾ അടുത്ത 2ന് അടുത്ത് 7 അടുത്ത് ഗ്രേറ്റർ അല്ലേ അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാം
അപ്പോൾ എന്തോ ഒരു 2 - 6 വരും. 2 - 6 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നോക്കി PK + 1 എന്ന് പറയുമ്പോൾ 2dx എന്നാണ് ഫോർമുല അല്ലേ. PK നെക്സ്റ്റ് 2 ആണ്. 2 - 4 എന്ന് പറയുമ്പോൾ അവിടെ എന്തൊരു -2 വരും. അതെന്താണ്? -2 ആണോ +2 ആണോ? -2 ആണ്. -2 വരുമ്പോൾ എന്താണ്? <0 ആണല്ലേ. <0 ആകുമ്പോൾ ഫോർമുല മാറും. PKയുടെ ഫോർമുല PK + 1 കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ത്? PK + 2dy ആവും. ഓക്കെ, അപ്പോൾ -2 കൊടുക്കുക PKയുടെ അവിടെ. ഓക്കെ, എന്നിട്ട് എക്സ് കോർഡിനേറ്റ് മാത്രം ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ 28, 16 അതുപോലെ എഴുതുക. ഓക്കെ, എന്തുകൊണ്ടായിരുന്നു <0 ആയിട്ട്. നെക്സ്റ്റിന് 8 PK അപ്പോൾ എന്താവും? -2 ആണ്, ലെസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല വെച്ച് നെക്സ്റ്റ് PK + 1 കണ്ടുപിടിക്കണം. PK ഇവിടെ -2 ആയിരുന്നു. +2dy എന്ന് പറയുമ്പോൾ 16, അപ്പോൾ വെറും 14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ PK എന്തായി? 14. ഓക്കെ, 14 ആയി. അപ്പോൾ ഇവിടുത്തെ XK + 1 എന്താവും? എന്തായാലും ഗ്രേറ്റർ അല്ലേ, 14 എന്ന് പറഞ്ഞാൽ >0 ആണ്. അപ്പോൾ നമ്മൾ രണ്ടും ഇൻക്രിമെൻ്റ് ആക്കാം. 29 വരും, 17 എക്സിൽ വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് Kക്ക് 9 കൊടുക്കുന്നു. PK എന്താവും? ഇപ്പം 14 എന്നാണ് >ആണ്. അപ്പോൾ നമുക്ക് യൂഷ്വലി ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. PK + 1 കണ്ടുപിടിക്കാൻ 14 - 4 -10 എന്ന് കിട്ടും. 10 ഓഫ് കോഴ്സ് >0, 10 എഴുതി. രണ്ടും ഇൻക്രിമെൻ്റ് ചെയ്യാം. 30,18. നോക്കിയാൽ നമ്മൾ എൻഡിങ് പോയിൻ്റ് 30,18 കിട്ടിയില്ലേ. ഇത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തുടങ്ങി ആ എൻഡിങ് പോയിൻ്റ് വരുന്നവരെ നമുക്ക് ഓരോ കോർഡിനേറ്റ് ചെയ്യാം. അത് PK > ആണോ ആണോ എന്നനുസരിച്ച് വേണം ഓരോ ഫോർമുല അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അതിനനുസരിച്ച് ഇൻക്രിമെൻ്റ് ആവുന്ന നോക്കണം. ലെസ് ആവുന്ന ടൈമിൽ എക്സ് എന്താവുന്നില്ല, വൈ കോർഡിനേറ്റ് എന്താവുന്നില്ല, ഇൻക്രിമെൻ്റ് ആവുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ലൈൻ ഡ്രോൺ ചെയ്യാം. സോ ഞാൻ ഗ്രാഫിൽ നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 20,10 വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു 1, 2, 3 ഒക്കെ എഴുതിയാൽ ഗ്രാഫ് അങ്ങ് നീണ്ടുപോകും. നമുക്ക് സ്റ്റാർട്ടിംഗ് 20,10 അല്ലേ. അപ്പോൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. എക്സ് ആക്സിൽ ഞാൻ 21 തൊട്ട് 30 വരെ മാർക്ക് ചെയ്തു. വൈ ആക്സിൽ 11 തൊട്ട് 18 വരെ. ഓക്കെ, കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്താണ്? 20,10 ആയതുകൊണ്ടാണ്. 20,10 ആണ് ഇവിടെ ഒറിജിനായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കുക. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ് ചെയ്തത് 21,11. അപ്പോൾ 21,11. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേറ്റ് 22,12. 22,12. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഓരോ കോർഡിനേറ്റും ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. 23,12. 23,12. അടുത്ത് 24,13. 25,14. 25,14. 26,15. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ ഇട്ട് വൃത്തിക്ക് വരയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് പെൻസിൽ ഉപയോഗിക്കാതെ പേനയിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, 26,15. അടുത്ത് 27,16. വൈയിൽ 16, എക്സിൽ 27. ഓക്കെ, നെക്സ്റ്റ് 28,16. 29,17. 29,17. 30,80. ഓക്കെ, സോ ഇതിൽ സ്ട്രെയിറ്റ് ആയിട്ട് എവിടെയൊക്കെ ലൈൻ വരുന്നോ അത് മാത്രം ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ ഇടയിലുള്ള പോയിൻറ്റ്സ് ജസ്റ്റ് ആ പോയിൻ്റായിട്ട് ഇട്ടിരുന്നാൽ മതി. സ്ട്രെയിറ്റ് ലൈൻ വരാത്തതുകൊണ്ട് അത് നമ്മൾ ഇഗ്നോർ ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് മാത്രം ജോയിൻ ചെയ്ത് ലൈൻ ഡ്രോ ചെയ്യുക. ഓക്കെ അല്ലേ. സോ ഇതാണ് ബ്രെസൻഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം.